സന്ദീപിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാൻ തന്നെ ഏൽപ്പിച്ചതേ അവനെ ലോക്കറി വെച്ച് പൂട്ടാനല്ല, അവനെ കോടതിയിൽ ഹാജരാക്കി നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാനാ. മാഡം, ഞാൻ സകല ബാറുകളിലും നോക്കി. മദ്യപിച്ച് ഫിറ്റായി ഒരിടത്തും അബോധാവസ്ഥയിൽ കിടപ്പില്ല. ഹോസ്പിറ്റലിൽ നോക്കി, അവൻ എവിടെയും ആക്സിഡന്റ് ആയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു, പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടില്ല. പിന്നെ അവൻ എന്ത് സംഭവിച്ചു? മാഡം, എന്റെ ബലമായ സംശയം ആരോ അവനെ കൃത്യമായി ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ആർക്കാ അവനെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിക്കാൻ കഴിയുന്നത്? എന്റെ ഊഹത്തിൽ അത് ചെയ്തത് സച്ചി തന്നെയായിരിക്കും. കോടതിയിൽ സന്ദീപ് സാർ എത്താതിരിക്കേണ്ടത് അയാളുടെ ആവശ്യമാണ്. സച്ചിയോ? അവൻ അതിനുള്ള ബുദ്ധിയുണ്ടെന്ന് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, സച്ചിക്ക് അതിനുള്ള ധൈര്യമില്ല. ഇത് മറ്റാരോ ആണ്. നമ്മുടെ ഓരോ നീക്കവും നിഴല് പോലെ പിന്തുടരുന്ന മറ്റൊരാൾ. അതാരാണെന്ന് എനിക്കറിയണം. ഇന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇന്നു മുതൽ ജോലി തുടങ്ങണം. നിനക്ക് വിഷമമുണ്ടോ? വിഷമോ? എന്തിന്? അല്ല, വീട്ടിലെ കഷ്ടപ്പാട് തീർക്കാൻ ആതിരയ്ക്ക് കൂടി ജോലിക്ക് വേണ്ടി വന്നതിന്. ഒന്ന് പോടി പൊട്ടിക്കളി. എടീ, ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു ജോലി ഉള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിനക്കും ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, 1-2 സ്ഥലത്ത് റെസ്യൂം അയച്ചിട്ടുണ്ട്. ആ, ആതിരയുടെ കമ്പനിയിൽ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവുകയും വരികയും ചെയ്യാലോ. ആദ്യം എന്റെ ജോലിയുടെ കാര്യം ഒന്ന് ഉറക്കട്ടെ, എന്നിട്ട് നോക്കാം. അത് മതി. എന്താ കമ്പനിയുടെ പേര്? കനകധാര ഫിനാൻസ്. കനകധാര ഫിനാൻസ്. ഇതൊരു ഓൾഡ് ഫാഷൻ നെയിം അല്ലേ? അതൊരു പഴയ സ്ഥാപനമാ, പക്ഷെ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കമ്പനിയാ. ആരാ ഇതിന്റെ ഉടമസ്ഥൻ? ഒരു കനകാംബരം മുതലാളി. കനകാംബരനും കനകധാരയും കൊള്ളാം, നല്ല ചേർച്ചയുണ്ട്. പേര് കേട്ടിട്ട് ആളൊരു അഴകിയ രാവണനാണെന്നാ തോന്നുന്നത്. ആ, രാവണനായാലും രാമനായാലും ജോലി ചെയ്താ ശമ്പളം കിട്ടണം. നമുക്ക് അത്രയല്ലേ ഉള്ളൂ. അതെ, 9:30 സാരംഗി ബസ് വരാൻ സമയം. ഇപ്പൊ ചെന്നാ അത് പിടിക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആന്റിയോട് പറഞ്ഞിരുന്നല്ലോ. ഞാൻ പറഞ്ഞു. പോട്ടെ. ശരി. ഗൂഗിൾ, മോളെ കുടിക്കാൻ പാലെടുക്കുന്നുണ്ട്. എനിക്കിപ്പോ പാല് വേണ്ട. അതെന്താ വേണ്ടാത്ത? എനിക്കിപ്പോ വേണ്ട, അത്ര തന്നെ. ഹായ് അങ്കിൾ. ഹായ് മോളെ. ഗൗരി മോള് സല്യൂട്ട് അടിക്കാനൊക്കെ പഠിച്ചല്ലോ. വലുതാവുമ്പോ നമുക്ക് പോലീസിൽ ചേരാം കേട്ടോ. ഞാൻ റെഡിയാ. കള്ളന്മാരൊക്കെ നല്ല ഇടി ഇടിക്കാം. ഞാൻ രാജീവിന് ചായ എടുക്കാം. വേണ്ട, ഞാൻ ശിശയോട് പറഞ്ഞോളാം. വേണ്ട, ഞാൻ എടുക്കാം. മോളെ വാ. അളിയൻ തിരക്കില്ല? അല്ല, എന്താ രാജീവേ? അത് ഒരു സംഭവം ഉണ്ടായി. അയ്യോ, എന്തു പറ്റി? ശിശിരേ, നീ അതൊന്ന് ക്ലീൻ ചെയ്.
സമ്മർദ്ദം മാറിക്കോ, ശിക്ഷ ചെയ്തോളൂ. സന്ദീപന്റെ കാര്യം കേൾക്കുന്നത് തന്നെ സച്ചിയുണ്ട് ഇപ്പൊ കലിയ. ആ പേര് പോലും ഇനി ഇവിടെ പറയാതിരിക്കുന്നതാ നല്ലത്. എല്ലാം തിരിച്ചു കിട്ടാൻ പോകുന്നതിന്റെ ഒരു സന്തോഷവും അവന്റെ മുഖത്തില്ലല്ലോ. അവന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മോനോട് അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതല്ലേ. അവന്റെ മനസ്സിൽ എന്താണെന്ന് മോക്കറിയാവോ? എന്നോടങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അമ്മ. അമ്മ വിഷമിക്കണ്ട, സച്ചി വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ. കേസിന്റെ വിധി വരുന്നതോടെ എല്ലാം ശരിയാവും. പഴയ സന്തോഷങ്ങളെല്ലാം തിരിച്ചു വരും. എല്ലാം തിരിച്ചു വരും. പക്ഷെ അച്ഛനും മോളും അവള് ഒരിക്കൽ കൂടി എനിക്ക് കണ്ടിട്ടൊന്നും മരിക്കാൻ പറ്റൂ? അമ്മേ